കിലോ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. സബോള ഒരെണ്ണം, പച്ചമുളക് 4 എണ്ണം, 6 ചെറിയ ഉള്ളി, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 തക്കാളി, പിന്നെ ക്യാരറ്റ് ചിരണ്ടിയത്, വേപ്പില, മല്ലിയില, താളിക്കാനുള്ള സബോള, വറ്റൽമുളക്, പിന്നെ തേങ്ങാപ്പാൽ. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു. അതിന് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അല്ലെങ്കിൽ എണ്ണ കൊണ്ട് തയ്യാറാക്കാം. ആദ്യം നമ്മൾ സബോള ഇട്ടു. ഉള്ളി 6 എണ്ണം നമ്മൾ അരിഞ്ഞതിട്ടു. 4 പച്ചമുളക് കീറിയതിട്ടു. ആവശ്യം പോലെ എരി ചേർക്കാം. പച്ചമുളക് കൂടുതൽ വേണ്ടവർക്ക് ഇടാം. അത് വാടി കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും. മഞ്ഞൾപ്പൊടി ചേർത്ത് ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മുളക് പൊടി. ഇനി നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് വീട്ടിൽ പൊടിച്ച മസാലയാണ്. അത് കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. പുറത്തുനിന്ന് നിങ്ങൾക്ക് മേടിച്ച് ഇടാവുന്നതാണ്. ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലോണം വഴണ്ട് വരുമ്പോൾ നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില മൂത്തു. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് നമുക്ക് ഇനി ഇറച്ചി ചിക്കൻ അതിലോട്ട് ഇടാം. ചിക്കൻ അതിലേക്ക് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി മസാല എല്ലാം പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. എല്ലാം യോജിപ്പിച്ച് നമ്മൾ എല്ലാം യോജിപ്പിച്ച് ഇനി അടപ്പ് അടച്ച് 10 മിനിറ്റ് നേരം വേവിക്കാം. എല്ലാ മസാലയും നന്നായി പിടിച്ച് നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട്. രണ്ട് മിനിറ്റ് കൂടി നമുക്ക് വേവിക്കാം.
ഇനി ഇതിലേക്ക് നമ്മൾ ചുരണ്ടി വെച്ച ക്യാരറ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി ഇളക്കി മിക്സാക്കിയതിന് ശേഷം നമ്മൾ മല്ലിയില ഇട്ട് കൊടുക്കുന്നു. ഇത് ക്യാരറ്റ് ഇട്ടു. ഇനി 2 മിനിറ്റ് നേരം നമ്മൾക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമ്മൾ ഇത് താളിക്കാനുള്ള കാര്യത്തിലേക്ക് കടക്കുന്നു. ഇനി താളിക്കാനായിട്ട് വറ്റൽമുളക് കീറിയിട്ടിട്ടുണ്ട്, സവോള, ഇനി കുറച്ച് വേപ്പിലയും കൂടി. അത് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് നമ്മുടെ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വേപ്പില, 2 വറ്റൽമുളക്, ഇത്തിരി സവോള. ഇത് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടി കൂടിയിട്ട് നമുക്ക് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അര സ്പൂൺ മുളക്, ഇത് മൂത്ത് വരുന്നു. നമുക്ക് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ കറി തയ്യാറായി. നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് പാർട്ടി ഇത് നമുക്ക് രുചികരമായിട്ടുള്ള ചിക്കൻ കറിയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ ആണെന്ന് കരുതുന്നു.